ഓ എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ചോറിനാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. ഞങ്ങളും ചോറിനാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ കൊച്ചു വന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനാവും വന്നു. വന്നു കുളിയൊക്കെ കഴിഞ്ഞ് ചേട്ടനും അനിയും കൂടെ മലയ്ക്ക് പോകാനുള്ള സാധനം മേടിക്കാൻ വേണ്ടി പോയേക്കും. ഇതുവരെ വന്നില്ല. അവർ രണ്ടും കൂടെ പോയേക്കുവാണ്. വൈകിട്ടാണ് പോകുന്നത്. 6:30 7 ആകുമ്പോഴത്തേന് പോകും. അച്ഛനാ കെട്ടുമുറുക്കി കൊടുക്കുന്നത്. അച്ഛൻ പോകുന്നില്ല. അച്ഛന് കാലിനൊക്കെ വേദനയുണ്ട്, നടക്കാനൊന്നും ഒത്തിരി ദൂരമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഈ പ്രാവശ്യം പോകുന്നില്ല. അവർ ചേട്ടനും അനിയും കൂടെ പോകുന്നത്. പിന്നെ കുറേ പേരൊക്കെ പാത്രം മേടിച്ചതിന് പറഞ്ഞു. നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ അത്രയും പാത്രത്തിൻ്റെ കാര്യം. അതൊക്കെ ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമൊക്കെ പറയുന്നതിന്. പിന്നെ ആണെങ്കിലും കുറേ പേര് നിങ്ങൾ സാധനം മേടിച്ചിട്ട് നിങ്ങൾ സോപ്പൊന്നും കാണിച്ചില്ല. ഞങ്ങൾക്ക് സോപ്പൊക്കെ ഇവിടെ ഞങ്ങൾ മേടിച്ച് ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. അത് ഒന്നിച്ചെടുക്കുന്ന കാരണം ഇരിപ്പുണ്ട്. സോപ്പ് ഉപ്പൊടി കാണിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അതൊക്കെ ഞാൻ വായിച്ച കേട്ടോ. മലയാളത്തിൽ എഴുതുന്നത് മലയാളത്തിൽ ഞാൻ വായിക്കും. ഇംഗ്ലീഷ് വരുമ്പോഴേ മേടിച്ചത് കൂടുതലാണ് 3 സൺഫ്ലവർ ഓയിലും 2 വെളിച്ചെണ്ണയും മേടിച്ചുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഞങ്ങൾക്ക് മീൻ മറക്കാനും കറിക്കും ഒക്കെ എടുക്കും. ഒരു മാസത്തേക്ക് ഇത്ര വേണം. ഒരു മാസത്തിന് വേണ്ടേ? ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസത്തിന് ഉപയോഗിക്കണ്ടേ? ഇച്ചിരിച്ചല്ലേ ഒഴിക്കത്തുള്ളൂ എന്നിട്ട് പോലും. പിന്നെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ തലയിൽ പെട്ടാലും ആ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. പ്രത്യേകിച്ച് വേറെ വെളിച്ചെണ്ണൊന്നും മേടിക്കാറില്ല. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മളോട് സ്നേഹമുള്ളവരെല്ലാവർക്കും നമ്മളോട് സ്നേഹമുണ്ട്. ഇപ്പം ദേവ് വന്നേ ഉള്ളൂ. ദേവ് ചോറിനിട്ട് പെട്ടെന്ന് പോകണം. ഒന്ന് വൈകിട്ട് മലയ്ക്ക് പോകുന്നത് നേരത്തെ വരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാലും വരും, നേരത്തെ വരും. മാക്സിമം നോക്കാം. അപ്പം പിള്ളേർ അച്ഛൻ ചോറിനാണ്ടിരിക്കുന്നു. പിന്നെ ചിറ്റയുണ്ട്, അവൾ കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്നു. ചോറെടുക്കാം. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പളങ്ങ തോരൻ വെച്ചു. അത് എൻ്റെ ഇളയ പുത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ് കപ്പളങ്ങ തോരൻ. കപ്പളങ്ങ തോരനെ പയറും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി വെച്ചു. പയറും ക്യാരറ്റും മെഴുക്കുവരട്ടി. പിന്നെ നല്ല ഒന്നാന്തരമായിട്ട് ഇച്ചിരി മാങ്ങ ചമ്മന്തിയും കൂടെ അങ്ങ് അരച്ചു. മാങ്ങ ചമ്മന്തി. പിന്നെ കടലക്കറി ഉണ്ട്. വൈകിട്ട് പറഞ്ഞിട്ട് രാവിലത്തെ കടലക്കറി ഉണ്ട്. അത് ഞങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മളതൊക്കെ കളയാൻ പാടുള്ളൂ. പിന്നെ മാങ്ങാച്ചാർ വെക്കണോ? ചോദ്യം വേണ്ട ആവശ്യമേ അവിടെ ഇല്ല. നമുക്ക് മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അച്ചാർ 2-3 പ്രാവശ്യം വേണം ചോറ് എടുത്തുകൊണ്ടോളൂ. അതെ, ഇട്ടോ എത്ര വേണേലും ഇട്ടോളൂ. നമുക്ക് ദേവിന് പപ്പടം വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കപ്പളങ്ങ തോരൻ, മെഴുക്കുവരട്ടി, സമ്മന്തി, അച്ചാർ, കടലക്കറി. ഇതെല്ലാം നമ്മുടെ കറികളെ. ഇതെല്ലാം കൂട്ടി ചോറിന എല്ലാവരും ഒഴിവായോ ചോറിന.